لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يريد الله أن يخفف عنكم وخلق الإنسان ضعيفا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനായ റബ്ബ് ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ പുറത്ത് നാം അനുഷ്ഠിക്കുന്ന ഓരോ നന്മകളും നമ്മിൽ നിന്നും പരിപൂർണമായും സ്വീകരിച്ച് സ്വർഗത്തിന്റെ ഉന്നത ദറജകളിൽ നമ്മെ എവരെയും പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങളെ, കോടാനുകോടി ജീവജാലങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ ഒട്ടനേകം സവിശേഷതകളുമായിട്ടാണ് മനുഷ്യരാകുന്ന നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു ആദരവ് മനുഷ്യരായ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലുകളുമൊക്കെ അവരെ നാം സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, നല്ലതിൽ നിന്നും നാം അവർക്ക് ഉപജീവനമായി നൽകിയിട്ടുണ്ട്. വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ സൃഷ്ടിപ്പിൽ നിന്നും മറ്റുള്ളവർക്കും ഒന്നും കൊടുക്കാത്ത ഒരു ഫള്, ഒരു ശ്രേഷ്ഠത നാം അവർക്ക് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
ഏകദേശം 5400ഓളം സസ്തനികളുള്ളതിൽ 14 വർഷക്കാലം ജീവിച്ചാൽ മാത്രമാണ് മനുഷ്യൻ പ്രായപൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റിയിലേക്ക് എത്തുന്നത്. അത് മനുഷ്യന് മാത്രമുള്ള സവിശേഷതയാണ്. മറ്റുള്ളവർക്ക് അതിനു മുമ്പ് അതിലേക്ക് എത്താറുണ്ട്. പക്ഷെ മനുഷ്യന് ഏകദേശം 14 വർഷക്കാലമെങ്കിലും പിടിക്കും. അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ രൂപത്തിൽ പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും മറ്റുള്ള ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ചിലത് നമുക്കുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. എന്നാൽ ഇത്രയും കഴിവുള്ള മനുഷ്യൻ ദുർബലനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു തആല പറയുന്നുണ്ട്, യുരീദുല്ലാഹു അയ്യുഖഫിഫ അൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പലതിനെയും ലഘൂകരിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ നാൾ വരെയും അല്ലാഹു മനുഷ്യന്മാരെ പല തലമുറകളാക്കി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആയുസ് കുറഞ്ഞ സമുദായം നമ്മുടേതാണ്. നമ്മുടെ സമുദായമാണ് ഏറ്റവും ആയുസ് കുറഞ്ഞത്. 950 വർഷം പ്രബോധനം മാത്രം നടത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ഉംറ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് മാ ബൈന 60 വ 70, 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെയുള്ള ഒരു 60ഓ 70ഓ കൊല്ലം നമുക്ക് കിട്ടിയാൽ അതിൽ തന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ട്, എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു കവിതയിലൂടെ ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇദാ അശൽ ഫതാ 60 ആമ ഫനിസ്ഫുൽ ഉംറി തംഹഖുഹുൽ ലയാലി. ഒരുവൻ 60 വയസ്സ് ലഭിച്ചാൽ ഫനിസ്ഫുൽ ഉംറു തംഹഖുഹു ലയാലി, അതിൽ പകുതിയും രാത്രിയായിട്ടാണ് പോകുന്നത്. 60ൽ 30ഉം രാത്രിയായിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള പകുതിയുടെ പകുതി അവന്റെ ആദ്യത്തെ 15 വർഷം പഠനവും അന്വേഷണങ്ങളും ചിട്ടപ്പെടുത്തലും കാര്യങ്ങൾ മനസ്സിലാക്കലും ബോധ്യപ്പെടുത്തലും ഒക്കെ ആയിട്ട് ലിഗഫ്ലത്തിഹി യമീനം വശിമാലിൻ, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ഇങ്ങനെ അലസമായി നടന്നും സഞ്ചരിച്ചുമൊക്കെ ബാക്കിയുള്ള പകുതിയുടെ പകുതിയും തീരും. വസുൽസുൻ നിസ്ഫി ആമാലും വഹിർസുൻ വശുഗ്ലുൻ ബിൽ മകാസിബി വൽ അയാലി വബാഖിയുൽ ഉംറി അസ്ഖാമുൻ വശീബുൻ വഹമ്മുൻ ബിൽ ദിഹാനിൻ ഇന്തിഖാലി. ഇങ്ങനെ ആ കവിതയുടെ ഓരോ ഭാഗവും അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അതിനുശേഷമുള്ള അവന്റെ സമയങ്ങൾ എന്ന് പറയുന്നത് ജോലിയാണ്, പഠനമാണ്, അതിനുശേഷം വിവാഹമാണ്, കുടുംബമാണ്. അവസാനം ഈ ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞവൻ നരബാധിച്ച് വാർദ്ധക്യത്തിലേക്ക് അവസാനം അവനിൽ മരണം സംഭവിക്കും. പിന്നീട് ഖബറിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കും. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം എന്ന് വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ വളരെ ഗൗരവം കൊടുത്ത് ചിന്തിക്കേണ്ട നമ്മുടെ ഈ ഒരു ജീവിതത്തെക്കുറിച്ച് ചില വരികളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരിക്കുമെന്നുള്ളതിൽ സംശയമില്ല. മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ചിന്തയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഈ വരികളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ഒരു മരണം സംഭവിക്കുമ്പോൾ നമ്മളുടെ കാതുകളിലേക്ക് വന്ന് കേൾക്കേണ്ട ചില വാക്കുകൾ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. സമാധാനമടഞ്ഞ ആത്മാവേ, നീ മടങ്ങിക്കൊള്ളുക. തൃപ്തികരമായ, നിനക്ക് തൃപ്തി ഉണ്ടാകുന്ന, നിന്നിൽ തൃപ്തി ലഭിച്ച ആ ഒരു തൃപ്തികരമായ ജീവിതത്തിലേക്ക് നീ മടങ്ങിക്കൊള്ളുക എന്ന് വിളിച്ചു പറയുന്ന ഒരു പറച്ചിൽ നമ്മൾ കേൾക്കണം. അതിനുള്ള ഒരു അധ്വാനം നടത്തേണ്ട ഒരു കാലമാണ് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്.
മരണമാകുന്ന യാഥാർത്ഥ്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരാനിരിക്കുന്ന ബർസഖിയായ ജീവിതത്തിൽ സംഭവിക്കുന്ന 5 കാര്യങ്ങൾ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അഫ്രിഷൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പ് അവന് വിരിച്ചു കൊടുക്കാൻ വേണ്ടി പറയും. മറ്റൊരിടത്ത് കാണാം വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം അവനെ ധരിപ്പിക്കുവാൻ വേണ്ടി അവന്റെ ബർസഖി ജീവിതത്തിൽ, അവന്റെ ഖബർ ജീവിതത്തിൽ അവനെ ധരിപ്പിക്കുവാൻ വേണ്ടി വിളിച്ചു പറയും. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വാതിൽ അവന്റെ മുന്നിൽ തുറന്നിട്ട് കൊടുക്കുവാൻ വേണ്ടി വിളിച്ചു പറയുമെന്നാണ്. ഫയഫ്സഹു ലഹു ഫീ ഖബ്രിഹി, അവന്റെ ഖബർ അവന് വിശാലമാക്കപ്പെടും. വഅബ്ശിർ ബില്ലദീ യസുറുക, അതുപോലെ അവൻ സന്തോഷമാകാൻ വേണ്ടി അവനോ സന്തോഷ വാർത്തയായി അവനെ അറിയിക്കുമെന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത, സ്വർഗമാകുന്ന പരിമളമാകുന്ന ആ സന്തോഷ വാർത്തയെ കുറിച്ചുള്ള അറിയിപ്പ് അവിടെ വെച്ച് അറിയിക്കപ്പെടും. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ മരണം നടന്നതിന് ശേഷം ഒരു സത്യവിശ്വാസിക്ക് കിട്ടും. പ്രിയമുള്ളവരെ, ഖബറിൽ കിടക്കണം എന്ന ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി പരലോക ജീവിതം ഉണ്ട് എന്ന ആ പരലോക ജീവിതം വിജയിക്കണം എന്ന ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾക്കും മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രേരകമാകേണ്ടതുണ്ട്. ഇതെല്ലാം അനുസരിച്ച്, ഇതെല്ലാം ഉൾക്കൊണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി ജീവിച്ച ഒരു വ്യക്തി മരണം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ, ഈ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ പറയും, റബ്ബി അഖ്മിസ്സഅ, റബ്ബേ അന്ത്യദിനം കൊണ്ടുവാ, അന്ത്യദിനം കൊണ്ടുവാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവിടേക്കുള്ള എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, അതിലേക്കുള്ള ചില വസ്ത്രങ്ങളും പിരിപ്പുകളും അവന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു. ആ അനുഭൂതിയിലേക്ക് അവൻ കടന്നു കഴിഞ്ഞു. അതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടി അവൻ ആവശ്യപ്പെടുമെന്നാണ് റബ്ബിനോട്, എത്രയും വേഗം നീ അന്ത്യദിനം കൊണ്ടുവരണേ എന്ന്. ആ ജീവിതം അങ്ങനെ നയിക്കാത്തവർ തിരിച്ചും പറയും, വേണ്ട, അന്ത്യദിനം വേണ്ട, അതിലേക്ക് എത്തിക്കരുതേ എന്ന് കേണപേക്ഷിക്കുന്ന, വിളിച്ചു കേഴുന്ന വിലാപങ്ങൾക്കും അത്തരം ഖബറുകൾ സാക്ഷ്യം വഹിക്കാറുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ 5 മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിക്കാൻ ചില തിരിച്ചറിവുകളും ചില തീരുമാനങ്ങളും ചില നന്നാകലുകളുമൊക്കെ നമ്മൾ നന്നാക്കി എടുക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നാമതായി കൊണ്ട് എല്ലാ വിഷയത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖ്ലാസ് എന്ന വിഷയമാണ്. ആത്യന്തിക ലക്ഷ്യം പരലോകമായിരിക്കണം. ഏത് പ്രവർത്തനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം പരലോകമായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമൻ അറാദൽ ആഖിറത വസആ ലഹാ സഅയഹാ, ആര് പരലോകത്തിനെ ആര് ഉദ്ദേശിക്കുന്നുവോ, ആര് ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നുവോ, വസആ ലഹാ സഅയഹാ, ആ പരലോകത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം അവൻ അതിനു വേണ്ടിയിട്ടുള്ള രൂപത്തിൽ തന്നെ അധ്വാനിച്ചു കൊള്ളട്ടെ എന്നാണ്. വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായ രൂപത്തിൽ അവൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം. ഫഉലൈക കാന സഅയുഹു മഷ്കൂറ, അത്തരത്തിലുള്ള ആളുകളുടെ പരിശ്രമങ്ങൾ അതായിരിക്കും അവന് ഉപകാരപ്പെടുന്നത്, സ്വീകാര്യോഗ്യമാകുന്നത്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ ആളുകൾ അവർ പറയുന്ന ചില വാക്കുകൾ നമുക്ക് കാണാം. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, പാവങ്ങളുടെ വേദന അറിഞ്ഞിട്ട്, പ്രയാസം അറിഞ്ഞിട്ട് അവരിലേക്ക് ഭക്ഷണങ്ങൾ എത്തിക്കുന്നവരുണ്ട്, സഹായങ്ങൾ എത്തിക്കുന്നവരുണ്ട്, വസ്ത്രങ്ങൾ എത്തിക്കുന്നവരുണ്ട്. ആ സമയത്ത് അവർ എത്തിക്കുമ്പോൾ അവരിൽ നിന്നുള്ള ഒരു നന്ദി വാക്ക് എനിക്ക് കേൾക്കണമെന്ന ചിന്തയല്ല, അവരിൽ നിന്നൊരു നന്ദി വാക്ക് എനിക്ക് കേൾക്കണം, അല്ലെങ്കിൽ അവരുടെ താഴ്മയോടുകൂടിയുള്ള സംസാരമൊക്കെ എനിക്കൊന്ന് കേട്ട് പുളകം കൊള്ളണം, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുണ്ടാവൂല. മറിച്ച് അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ചിന്ത എന്തായിരിക്കണം, അവരുടെ വാക്കുകൾ എന്തായിരിക്കണം? അതാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്, ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ഭക്ഷിപ്പിച്ചത്, നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്നുള്ള ഒരു ജസാഉം ഒരു പ്രതിഫലവും ഒരു നന്ദി വാക്കും ഞങ്ങൾക്ക് വേണ്ട, ഇത് തീർത്തും എന്റെ റബ്ബിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടണം എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു ചിന്തയും ഉദ്ദേശവും ഇഖ്ലാസും ഒരു മുഅ്മിനുണ്ടെങ്കിൽ ഏത് പ്രവർത്തനവും അങ്ങോട്ട് എത്തുള്ളൂ. നാട്ടുകാരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ ലോകമാന്യത ചമയുവാനും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി.
അല്ലെങ്കിൽ തന്റെ കൂട്ടായ്മയുടെ ഒരു വലിയ വിജയത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജനസമ്മതിക്ക് വേണ്ടി ഒരു കാര്യമില്ല കൂട്ടരെ, ഒരു കാര്യമില്ല. അത്രയും ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പ്രതിഫലമായി ഒന്നും നമുക്ക് രേഖപ്പെടുത്തപ്പെടുകയില്ല. അതുകൊണ്ട് ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. 1, 2 കുടുംബത്തെ കൂടെ കൂട്ടണം. കുടുംബത്തെ നമ്മൾ കൂടെ കൂട്ടണം. ഒരു മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ലക്ഷ്യം മറന്നുകൂടാ. നമ്മുടെ കുടുംബം അത് മറന്നുകൂടാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ ഒരു പ്രബോധകനായി, പ്രവാചകനായി, നബിയായി അള്ളാഹു തെരഞ്ഞെടുത്ത ആ സമയത്ത് തന്നെ തന്റെ ഒന്നാമത്തെ ദൗത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തത് കുടുംബക്കാരെ വിളിക്കാനാണ്. താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ വിളിച്ച് ഈ മഹത്തായ സത്യം വിളിച്ചു പറഞ്ഞു കൊടുക്കുക, വിളംബരം ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്റെ സ്വന്തം തടി മാത്രമല്ല, നീ നിസ്കരിക്കുന്നു, നീ നോമ്പെടുക്കുന്നു, നിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാണ്, കുടുംബം ആകെ അവതാളത്തിലാണ്, അവരുടെ ലക്ഷ്യം തെറ്റിയ രൂപത്തിലാണ്, അവരുടെ മാർഗം വേറെ രൂപത്തിലാണ്, അവരെ തിരുത്തണം, അവരെ ക്ഷണിക്കണം, അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടുകളും ചെയ്തു കൊടുത്ത് അവരെയും ഇതിലേക്ക് കൊണ്ടുവരണം. അത് നിന്റെ ബാധ്യതയാണ്. അതാണ് പറഞ്ഞത്, വഅഹ്ലീകും, നിന്റെ കുടുംബത്തെയും നിന്നെയും നീ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണം. നരകം ഭീകരമാണ്, നരകം വേദന നിറഞ്ഞതാണ്, കത്തിയാളുന്ന നരകാഗ്നിയാണ്, തീജ്വാലകൾ നിറഞ്ഞതാണ്, അസഹനീയമാണ്. ആ നരകത്തിന്റെ വേദനകളെ സംബന്ധിച്ചും അതിന്റെ ഭീകരതയെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ധനങ്ങളൊക്കെ ആയി മാറുന്നത് അന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും ഒക്കെയാണ് അതിന്റെ ഇന്ധനം. അലൈഹാ മലായികത്തു ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരായ അതികഠിനന്മാരായ മലക്കുകളാണ് അതിന്റെ കാവൽക്കാരായിട്ടുള്ളത്, അതിൽ ശിക്ഷ നടപ്പിലാക്കുന്ന ആളുകളായിട്ടുള്ളത് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ആ വിഷയത്തിൽ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുസരണം അവരോട് കൽപ്പിക്കണം. അള്ളാഹുവിനെ അനുസരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കണമെന്നാണ്, അവരോട് കൽപ്പിക്കണമെന്നാണ്. അത് മാത്രവുമല്ല, അള്ളാഹുവിനോടുള്ള ധിക്കാരം, അള്ളാഹുവിനോടുള്ള അനുസരണക്കേട്, ആ വിഷയത്തിൽ അവരെ തടയുകയും ചെയ്യണം. അതാണ് ഈ ആയത്തിന്റെ സാരമെന്ന് മഹാനായ ഇമാം ഖത്താദ റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, മർറൂഹും ബിൽ മഅറൂഫ്, അവരോട് നന്മ കൽപ്പിക്കലാണ് ഈ ആയത്തിന്റെ സാരം. കുടുംബത്തിലേക്ക് ചെല്ലണം, അവരോട് നന്മ കൽപ്പിക്കണമെന്നും വൻഹൂഹും മിനൽ മുൻകർ, തിന്മകളിൽ നിന്നും അവരെ തടയുകയും ചെയ്യണമെന്നാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ കുടുംബത്തിന്റെയും ലക്ഷ്യം അത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മരണമില്ലല്ലോ, സുഖങ്ങൾ മാത്രമുള്ള ഒരു ലോകമാണല്ലോ, ദുഃഖങ്ങൾ എന്നുള്ള ഒരു സംഭവം അവിടെ ഇല്ലല്ലോ, അവിടെ പ്രസവമില്ല, അവിടെ ഗർഭധാരണമില്ല, ജോലിയില്ല, വാർദ്ധക്യമില്ല, സന്തോഷം മാത്രം, സംതൃപ്തി മാത്രം. ഏറ്റവും തൃപ്തികരമായ, പരിപൂർണമായ തൃപ്തി ലഭിക്കുന്ന ഒരു ജീവിതം എന്ന് ഖുർആൻ പറഞ്ഞത് ആ സ്വർഗീയ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വർഗീയ ജീവിതത്തിലേക്ക് കുടുംബസമേതം കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. മരിക്കും, ഏതൊരു ദേഹവും മരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം അല്ലാഹു നമ്മുടെ കർമ്മങ്ങളെല്ലാം എടുക്കും, അതെല്ലാം പരിശോധിക്കും, അതെല്ലാം വിലയിരുത്തും, നീതിപൂർവം ആ വിഷയത്തിൽ അല്ലാഹു വിധി കൽപ്പിക്കും, തീർപ്പ് കൽപ്പിക്കും. അതിൽ യാതൊരു സംശയമില്ല.
അങ്ങനെയുള്ള ആ സമയത്ത് ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ആര് അന്നുണ്ടോ ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്ക് നിങ്ങൾ, ഒരു കൊട്ടാരത്തിൽ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ രാജകീയമായ ജീവിതം നയിക്കാനുണ്ടായ അവസരം എല്ലാം ഉണ്ടായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹ നമുക്കറിയാം. ആ ഫിർഔനിന്റെ വാദത്തിൽ നിന്നും അവര് മാറി ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. അതികഠിനമായ പീഡനങ്ങളുടെ ഒരു വലിയ പരമ്പര അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് വേദനാജനകമായ ജീവിതമാണ്, ക്രൂരത നിറഞ്ഞ ഒരു പ്രയാസം നിറഞ്ഞ ജീവിതമായിരുന്നു. ആ സമയത്തും ആസിയ റളിയല്ലാഹു അൻഹയുടെ നാവിൽ നിന്ന് വന്ന പ്രാർത്ഥന, റബ്ബി ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, റബ്ബി ഇബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് നീ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന്, നിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം നീ എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന് ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കുകയാണ്. കൊട്ടാരത്തിലെ ഉന്നതമായ ജീവിതത്തെക്കാളിലും, കൊട്ടാര സുഖത്തെക്കാളിലും, എല്ലാവിധ സൗകര്യങ്ങളെക്കാളിലും അവർ ഇഷ്ടപ്പെട്ടത് പരലോകത്തിലെ ഒരു സ്വർഗത്തിലെ ഒരു വീടായിരുന്നു. അത് അത്രത്തോളം മഹത്തരമുള്ളതാണ് എന്ന് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. അതാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ രൂപത്തിൽ, എല്ലാ രൂപത്തിലുമുള്ള തിരിച്ചറിവുകളോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ക്രമപ്പെടുത്താനും അതുവഴിയുള്ള ഒരു നല്ല ജീവിതം നയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ലക്ഷ്യം മറന്നുപോകാതെ യഥാർത്ഥ ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ആ വിഷയത്തിൽ നമ്മൾ ഇഖ്ലാസ് രൂപപ്പെടുത്തി ഒരു കുടുംബജീവിതം ആ രൂപത്തിൽ ചിട്ടപ്പെടുത്തുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ ഘടകമാണ് ഇണകൾ എന്നുള്ളത്. ഇണകൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു സ്ത്രീ അതുപോലെ തന്നെ ഒരു പുരുഷൻ അവർ ഇണകളായി ജീവിക്കുമ്പോ ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മക്കൾക്കടക്കം എല്ലാ രൂപത്തിലും അതിന്റെ എല്ലാ മേഖലകളും നിയന്ത്രിക്കുന്നത് എങ്ങനെയാകണമെന്ന്, അത് എങ്ങനെ ആയിത്തീരണമെന്ന് എല്ലാം തീരുമാനിക്കേണ്ടത് അവിടുത്തെ ആ ഇണകളായ മാതാപിതാക്കളായി മാറുന്ന ഇണകളാണ്. അവിടെ നിന്നാണ് അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ഉണ്ടാകുന്നത്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ ഒരു രാജാവിനെ പോലെ കാണുകയാണെങ്കിൽ അവൾക്കൊരു രാജ്ഞിയായി കൊട്ടാര സമാനമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ പലപ്പോഴും ഇന്ന് അത്തരത്തിലുള്ള ഒരു രീതിയൊക്കെ മാറി പലപ്പോഴും ഒരു ഭർത്താവിനെ അടിമയാക്കി അല്ലെങ്കിൽ എല്ലാ രൂപത്തിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രശ്നങ്ങളും വഴക്കുകളും മനസ്സിണക്കമില്ലായ്മയും അകൽച്ചയും ഒക്കെയായി മാറി ഒരുപക്ഷെ ഒരു അടിമയെ പോലെ ഒരു കുടുസായ ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് പലപ്പോഴും ഇണകളുടെ ജീവിതം വന്ന് എത്തിച്ചേരുന്നത്. ഒന്നിനൊരു ചേർച്ചയില്ല, ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വർഗം ലക്ഷ്യമാക്കുന്ന ഒരു സ്ത്രീയോട് റസൂലുള്ള പല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗം ലക്ഷ്യമാക്കുന്ന ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ആ സ്ത്രീകൾ ഇണകളായി തീരുന്ന ആളുകൾ എത്തിച്ചേരേണ്ടതുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅ ഖംസഹ, 5 നേരത്തെ നമസ്കാരം അവൾ കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ, വസാമത്ത് ശഹ്റഹ, അതുപോലെ തന്നെ ആ മാസത്തിലെ റമളാനാകുന്ന ആ മാസത്തിലെ നോമ്പ് അവൾ കൃത്യമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ, വഹഫിളത്ത് ഫർജഹ, അവളുടെ ഗുഹ്യ അവയവത്തെ അവൾ സൂക്ഷിക്കേണ്ട പ്രകാരം അവൾ സൂക്ഷിക്കുകയാണെങ്കിൽ, വഅതഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ, അവളുടെ ഇണയെ അവൾ അനുസരിക്കുകയാണെങ്കിൽ, ദഖലത് അൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. ആ ഒരു ലക്ഷ്യം മുൻനിർത്തി അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരിമാർ പരിശോധിക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല,
അതുമായി ബന്ധപ്പെട്ട് പിന്നെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യമൽ മർഅത്തി മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തുൽ ജന്ന. ഏതൊരു സ്ത്രീയാകട്ടെ, ആ സ്ത്രീയുടെ ഭർത്താവ് മാതത് സൗജഹാ അൻഹാ റാദിൻ ദഖലത്തുൽ ജന്ന, ആ സ്ത്രീയെ സംബന്ധിച്ച് തൃപ്തിയോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ കൂടിയിട്ടാണ് ആ ഭർത്താവ് വിട പറഞ്ഞു പോയിട്ടുള്ളത് എങ്കിൽ ആ സ്ത്രീ സ്വർഗത്തിലാണെന്നാണ്. ഓരോ ഭാര്യമാരും തങ്ങളുടെ ഭർത്താവിനോടുള്ള സമീപനം എങ്ങനെയാണെന്ന്, ഭർത്താവുമായുള്ള ഇടപെടൽ എങ്ങനെയാണെന്ന്, ഭർത്താവ് തന്നെ കുറിച്ച് സംതൃപ്തിയുള്ള ഒരു ആളാണോ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കുവാനും അനുസരിക്കുവാനും ഞാൻ തയ്യാറായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരാളാണോ എന്നൊക്കെ നന്നായി പരിശോധിക്കേണ്ടതാണ് ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ പ്രവർത്തികൾക്കും നിങ്ങളുടെ നിയ്യത്ത് എത്രമാത്രം നന്നാണോ അത്രമാത്രം നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. വീട്ടു ജോലികൾക്കടക്കം ഒരു ദിവസവും മുടങ്ങാതെ ചെയ്യുന്നതാണ് വീട്ടുജോലികൾ. ആ ഓരോ വീട്ടുജോലിയുടെയും ലക്ഷ്യം നമ്മളുടെ പരലോകമായിരിക്കണം. തന്റെ ഭർത്താവിന് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്റെ പരലോകത്തേക്കുള്ള ഒരു പ്രതിഫലമായി ഇതിനെ മാറ്റണേ എന്ന നിയ്യത്ത് നമുക്കുണ്ടെങ്കിൽ അതിനെല്ലാം പ്രതിഫലമാണ്. ഓരോ ദിവസവും മുടങ്ങാതെ ലഭിക്കുന്ന പ്രതിഫലം. മക്കളിനെയും ഭർത്താവിനെയും ഒക്കെ മതം അനുഷ്ഠിക്കുന്ന രൂപത്തിൽ, മതം പഠിപ്പിക്കുന്ന രൂപത്തിൽ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംതൃപ്തിയോടുകൂടി വീട്ടിൽ നിന്നും പറഞ്ഞയക്കുന്ന, ഒരുക്കി യാത്രയാക്കുന്ന ഒരു ഭാര്യ, അതിനവർക്ക് പ്രത്യേകമായ പ്രതിഫലമുണ്ട്. മക്കളും ഭർത്താവുമൊക്കെ നമുക്കറിയാം ഇറങ്ങിപ്പോകുന്ന രൂപത്തിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളവരല്ല. പല സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സന്തോഷത്തോടെ തിരിച്ചു പോയതായിരിക്കാം, തിരിച്ച് ഒരു ആംബുലൻസ് വീട്ടിലേക്ക് കടന്നു വരുന്ന സാഹചര്യം പല വീടുകളിലും ഉണ്ടായിട്ടില്ലേ? ചേതനയേറ്റ ശരീരവുമായി കടന്നു വരുന്ന രംഗം, എത്രയോ സംഭവങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് പോലും നമ്മൾ നടന്നിട്ടുണ്ടാകും. ആ രൂപത്തിലായിരിക്കും ഒരുപക്ഷെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെ യാത്രയാക്കുമ്പോൾ സന്തോഷപൂർവ്വം നമ്മൾ യാത്രയാക്കണം. മുഖം വീർപ്പിച്ച്, വെറുപ്പ് പ്രകടിപ്പിച്ച്, കെറു പ്രകടിപ്പിച്ച് പറഞ്ഞേക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ പിന്നീട് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഖേദപ്രകടനം കൊണ്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രൂപത്തിൽ എല്ലാം സ്നേഹവും സന്തോഷവും പരസ്പരം പങ്കുവെക്കാൻ തയ്യാറാക്കണം. പലപ്പോഴും ചില കുടുംബങ്ങളിൽ പോലും അവിഹിതമായ ബന്ധങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന രൂപത്തിൽ ഭർത്താക്കന്മാരായി തീരുന്നുണ്ട്. ഭർത്താവിന്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട പൂർണ്ണമായ സംതൃപ്തിയും സന്തോഷവും ലഭിക്കാതെ വരുമ്പോ മറ്റുള്ള ഇടങ്ങൾ തേടിപ്പോകുന്ന വളരെ അപകടകരമായ അവസ്ഥ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഇന്ന് പലരെയും തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലഹരിക്കും മറ്റുള്ള എല്ലാ രൂപത്തിലുമുള്ള തോന്നിവാസങ്ങൾക്കും അടിമപ്പെട്ട് കുടുംബജീവിതം മറന്ന്, ഇണയോടുള്ള ബാധ്യത മറന്ന് ജീവിക്കുന്ന ഭർത്താക്കന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശാരീരികമായ ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കണം. മാനസികമായ ബന്ധങ്ങൾ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. നല്ല ഒരു സുഹൃത്ത് ബന്ധം, ഒരു സൗഹൃദം ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ ഉണ്ടാകണം. അതിന് ദീനിയായ ഒരു ഭാര്യയായി നമ്മൾ മാറണം, ദീനിയായ ഒരു ഭർത്താവായി മാറണം. ഭാര്യയ്ക്ക് ദീനുണ്ടാകും, ചിലപ്പോൾ ഭർത്താവിന് ദീനുണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ സംഘടനകളും കൂട്ടായ്മകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിലേക്ക് പറഞ്ഞയക്കൂല. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതിനോട് വെറുപ്പ് കാണിക്കുക. അപ്പൊ ആ രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുമുള്ള ചിന്തയും ശ്രദ്ധയും നമുക്കുണ്ടാകണം. കുടുംബസമേതം ഖുർആൻ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പോകണം. മക്കളെയും ഭാര്യയൊക്കെ കൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം നടക്കുന്ന QHLS ക്ലാസ്സുകൾ ഉണ്ടാകും. ആ ക്ലാസ്സുകളിലേക്ക് നമ്മൾ കുടുംബസമേതം പങ്കെടുക്കണം. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പുരുഷന്മാരായ ആളുകൾ വീട്ടിൽ നിർവഹിക്കണം. സുന്നത്ത് നമസ്കാരം വീട്ടിൽ നിർവഹിച്ചിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിനെത്തുന്ന ഒരു രൂപം ഉണ്ടാകണം. വീടുകളെ കബറിടങ്ങളാക്കി മാറ്റരുത്, ശ്മശാന സമാനമായ ഒരു രൂപത്തിലാക്കി മാറ്റരുത്. കുടുംബത്തിലെ വിവാഹങ്ങൾ മലീമസമാകുന്ന രൂപത്തിലാകാൻ പാടില്ല. കുടുംബ ജീവിതത്തിന്റെ തുടക്കം തന്നെ എല്ലാ രൂപത്തിലുമുള്ള ഹറാമുകൾ കൂട്ടിക്കലർന്ന്, നിഷിദ്ധങ്ങൾ കൂട്ടിക്കലർന്ന് അതിന്റെ തുടക്കം തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെട്ട ജീവിതങ്ങളായി പലപ്പോഴും വിവാഹ ജീവിതങ്ങൾ മാറുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ രൂപത്തിലും ഒരു വീട് ഒരുക്കുമ്പോൾ പോലും
ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ആ രൂപത്തിൽ നമ്മൾ എല്ലാവരും കൃത്യമായ ഒരു പ്ലാനിങ് ആ വിഷയത്തിൽ ഉണ്ടാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു യഥാർത്ഥമായ ഇസ്ലാമികമായ ഒരു കുടുംബജീവിതം നയിക്കാനും ആ രൂപത്തിൽ തൃപ്തി നിറഞ്ഞ ഒരു ഇണയോടുകൂടിയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ നന്മകളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ മാതാപിതാക്കളിലും എല്ലാം എല്ലാ തരത്തിലുമുള്ള ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഖൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ യാ